പ്രൊമോഷൻ സമയത്ത് വിളിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷെ അതിനൊന്നും റെസ്പോണ്ട് നോക്കാമെന്നുള്ള രീതിയിൽ പറയാം. അല്ലല്ലോ, ഒരു ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റ്? ഇൻസ്റ്റയിൽ ഒരു 3 പോസ്റ്റ് ഇടുന്നതായിട്ട് എന്താണ് വോട്ട് സ്റ്റോപ്പിംഗ് ഫെയർ എന്നുള്ളതാണ്. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ. ഹീറോയിൻ ഡ്രിവൺ മൂവിയാണ്, മനസ്സിലായില്ലേ? അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാ അവരില്ലാതെ അവർ വരാത്തൊരു പ്രൊമോഷൻ ചെയ്തിട്ട് പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ കൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായി എണ്ണി പറഞ്ഞ് എൻ്റെ കയ്യിലെ മെസ്സേജുകളെല്ലാം തന്നെയുണ്ട്. ചോദിച്ചു വാങ്ങിച്ചിട്ട് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത്. ഓരോരോ വിഡ്ഢിത്തരങ്ങൾ. തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തൊട്ട് നമ്മളൊരു എഗ്രിമെന്റ് ചെയ്യും. ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോട് എഗ്രിമെന്റിലുള്ളതാണോ? ആ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ്, നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതൊന്നും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി സിനിമ ഓടില്ല എന്ന് തോന്നിയതിനു ശേഷം നമ്മൾ സിനിമയെ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു, പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം അവർ ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അപ്പം അത് എന്താ പറയണ്ട, അങ്ങനെ ലീഗലി പോവുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്ക്രൂട്ടിനി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പറഞ്ഞു കേട്ടു, അതിൽ വാങ്ങിച്ചിട്ടുള്ള കാശല്ല എണ്ണി പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളതാണെന്നാണ് ആ സമയത്ത് പറഞ്ഞത്. ഇല്ല, കാരണം ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി മെറിറ്റ് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ, അദ്ദേഹത്തിന്റെ സിനിമയാണ്, ആ നടിയുടെ സിനിമയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അവരതിനെ എന്തും ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്തു. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ.